തെയ്യങ്ങൾക്ക് പേരുകേട്ട വടക്കൻ മലബാറിലെ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ അത്യപൂർവമായിട്ടുള്ള ഒരു തെയ്യക്കോലമാണ് ശ്രീ വളയങ്ങാടൻ തൊണ്ടച്ചൻ തെയ്യം. മരണാനന്തരം ദൈവക്കരുവായി മാറിയ തറവാട്ട് കാരണവരുടെ സങ്കല്പത്തിലാണ് ഈ തെയ്യം കെട്ടിയാടിക്കുന്നത്. വയനാട്ട് കുലവൻ തെയ്യത്തിൻ്റെ ഒരു വകഭേദമായിട്ട് ചിലർ കണക്കാക്കുന്നുണ്ട്. എങ്കിലും വേഷം കൊണ്ടും ചടങ്ങുകൾ കൊണ്ടും ഒട്ടനവധി പ്രത്യേകതകളുള്ള ഈ ഒരു തെയ്യത്തിൻ്റെ വേഷം പരിശോധിച്ചു കഴിഞ്ഞാൽ മൊത്തം കറുപ്പ് നിറത്തിൽ, കറുപ്പും ചുവപ്പും കലർന്ന നിറത്തിലാണ് ഇതിൻ്റെ ഉടയാട. അതുപോലെ പൊയ്ക്കണ്ണ്, മുഖപ്പാള, മയിൽപ്പീലി കൊണ്ടുള്ള തിരുമുടി തുടങ്ങിയവ ഈ തെയ്യത്തിൻ്റെ പ്രത്യേകതയാണ്. മാത്രമല്ല എല്ലാ തെയ്യക്കോലങ്ങളും അസുരവാദ്യം എന്നറിയപ്പെടുന്ന ചെണ്ടയുടെ താളത്തിലാണ് ചുവടുവെക്കുന്നത്. പക്ഷേ ഇവിടെ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ട് തെയ്യം പുറപ്പെടുന്ന സമയത്ത് മാത്രമാണ് അവിടെ ചെണ്ട ഉപയോഗിക്കുന്നത്. മറ്റ് അവിടെയുള്ള ആ ഒരു തോറ്റത്തിൻ്റെ സമയത്തും മറ്റ് ചടങ്ങുകളുടെ സമയത്തൊക്കെ ഇവിടെ ഇടയ്ക്കയുടെ താളത്തിലാണ് തെയ്യം ചുവടുവെക്കുന്നത്. ഒരു നായാട്ട് ദേവൻ സങ്കല്പത്തിലാണ് ഈ തെയ്യം കെട്ടിയാടുന്നത്. ഈ തെയ്യം കെട്ടിയാടുന്ന സമയങ്ങളിൽ മറ്റൊരു കോലധാരി കൂടെ ഉണ്ടാകാറുണ്ട്. വെളിച്ചപ്പാടിനോട് സാമ്യമുള്ള മറ്റൊരു കോലധാരി കൂടെയുണ്ട്. ആ കോലധാരി അമ്പും വില്ലുമേന്തി തെയ്യത്തിൻ്റെ കൂടെ ഉണ്ടാകാറുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കൂടാളിക്കടുത്തുള്ള മണിയൂർ ശ്രീ പുല്യോട്ട് ഭഗവതി ക്ഷേത്രത്തിലാണ്. മെയ് 1 മുതൽ 5 വരെയാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. ഈ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് 13ഓളം തെയ്യക്കോലങ്ങൾ ഇവിടെ കെട്ടിയാടിക്കുന്നുണ്ട്. സമാപന ദിനത്തിൽ ഏതാണ്ട് 8ഓളം തെയ്യങ്ങൾ ഇവിടെ കെട്ടിയാടുന്നുണ്ട്. ഭൈരവൻ തെയ്യം, കുറത്തിയമ്മ, വിഷ്ണുമൂർത്തി, ഉച്ചിട്ട ഭഗവതി, ഗുളികൻ തെയ്യം, പൊട്ടൻ ദൈവം, അതുപോലെ ധർമ്മദൈവങ്ങളായിട്ടുള്ള വളയങ്ങാടൻ തൊണ്ടച്ചൻ, അതുപോലെ പുല്യോട്ട് ഭഗവതി. ഇവരുടെ തറവാട്ട് കാരണവരായ വളയങ്ങാടൻ തൊണ്ടച്ചൻ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കുടിയിരുത്തിയ ചോറ്റാനിക്കര അമ്മയുടെ സങ്കല്പത്തിലാണ് പുല്യാട്ട ഭഗവതി. അതുപോലെ മരണാനന്തരം ദൈവക്കരുവായി മാറിയ അവരുടെ തറവാട്ട് കാരണവരുടെ സങ്കല്പത്തിലാണ് ശ്രീ വളയങ്ങാടൻ തൊണ്ടച്ചനെയും ഇവിടെ കെട്ടിയാടിക്കുന്നത്. വളയങ്ങാടൻ തൊണ്ടച്ചൻ പുറപ്പാടിന് ശേഷം ഏറ്റവും അവസാനമായിട്ടാണ് പുല്യാട്ട ഭഗവതി പുറപ്പെടുന്നത്. അതിനുശേഷം ഈ എല്ലാ തെയ്യങ്ങളും, ഈ 8ഓളം തെയ്യങ്ങൾ ഒന്നിച്ചുള്ള കൂടിയാട്ടം എന്ന് പറയുന്ന ഒരു ചടങ്ങ് കൂടെയുണ്ട്. ആ ഒരു ചടങ്ങ് വളരെ മനോഹരമായിട്ടുള്ളൊരു ചടങ്ങാണ്. ഈ കാണുന്ന എല്ലാ തെയ്യക്കോലങ്ങളും ഭൈരവൻ തെയ്യം, കുറത്തിയമ്മ, വിഷ്ണുമൂർത്തി, ഉച്ചിട്ട ഭഗവതി, ഗുളികൻ തെയ്യം, പൊട്ടൻ തെയ്യം, വളയങ്ങാടൻ തൊണ്ടച്ചൻ, പുല്യാട്ട് ഭഗവതി, ഈ തെയ്യങ്ങളെല്ലാം അവരുടെ ആയുധങ്ങൾ പരസ്പരം മാറുകയും ചെണ്ടയുടെ താളത്തിന്, ചെണ്ട മുറുകുന്നതോട് അനുസരിച്ച് ചെണ്ടയുടെ താളത്തിൽ ചുവടുവെക്കുകയും അതോടൊപ്പം തന്നെ ഇവരുടെ ആയുധങ്ങൾ പരസ്പരം കൈമാറുകയും ചെയ്യുന്ന വലിയൊരു ചടങ്ങാണത്. അതോടുകൂടിയാണ് ഈ വർഷത്തെ ഉത്സവം സമാപിക്കുന്നത്. ഈ കാണുന്നതാണ് ഈ തെയ്യത്തിൻ്റെ, വളയങ്ങാടൻ തൊണ്ടച്ചൻ തെയ്യത്തിൻ്റെ തിരുമുടി. ഈ തിരുമുടി നിർമ്മിച്ചിരിക്കുന്നത് മയിൽപ്പീലി കൊണ്ടാണ്. ഈ ഒരു ഇത്തരത്തിലുള്ള തിരുമുടി, മയിൽപ്പീലി കൊണ്ടുള്ള തിരുമുടി ഈ വളയങ്ങാടൻ തൊണ്ടച്ചൻ തെയ്യത്തിന് മാത്രമായിട്ട് ഉള്ള ഒരു പ്രത്യേകതയാണ്. അതേപോലെ പുലിദൈവത്തോടും മുടന്തേമ തുടങ്ങിയ തെയ്യക്കോലങ്ങളുടെ സമാനമായിട്ടുള്ള മുഖാവരണമാണ് മറ്റൊരു പ്രത്യേകത. കൂടാതെ പൊയ്ക്കണ്ണും കറുത്ത ഉടയാടയും മറ്റൊരു പ്രത്യേകതയാണ്. പുലർച്ചെക്കാലത്ത് പുറപ്പെടുന്ന ഗുളികൻ ദൈവം, പൊട്ടൻ ദൈവം തുടങ്ങിയ തെയ്യങ്ങളും, ഉച്ചിട്ട ഭഗവതി, വിഷ്ണുമൂർത്തി, കുറത്തിയമ്മ, ഭൈരവൻ തെയ്യം, ഈ തുടങ്ങിയ എല്ലാ തെയ്യങ്ങളും പുറപ്പെട്ട് ഏറ്റവും അവസാനം നടക്കുന്ന സമാപന ചടങ്ങിൽ നടക്കുന്ന കൂടിയാട്ടം ചടങ്ങ്, ആയുധങ്ങൾ കൈമാറുന്ന ആ ഒരു ചടങ്ങ് വരെ എല്ലാ തെയ്യങ്ങളും അവിടെ ഓരോ ഭാഗത്തായിട്ടുണ്ടാവും. ഈ ഒരു പുല്യോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അവസാന ദിവസം വന്നു കഴിഞ്ഞാൽ നമുക്ക് 8ഓളം തെയ്യങ്ങളെ ഒന്നിച്ച് കാണാനുള്ളൊരു ഭാഗ്യമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഉച്ചിട്ട ഭഗവതിയൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള, എല്ലാ സ്ഥലങ്ങളിലും കാണാത്ത തെയ്യക്കോലങ്ങളാണ്. അപ്പം അത് ഇവിടെ ഒന്നിച്ച് കാണാനുള്ളൊരു ഭാഗ്യം നമുക്ക് ലഭിക്കുന്നതാണ്. ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഞാൻ തെയ്യം കാണാൻ പോയി കഴിഞ്ഞാൽ തെയ്യക്കോലങ്ങളുടെ അല്ലെങ്കിൽ തെയ്യത്തിൻ്റെ ഫോട്ടോയോ വീഡിയോ ഒന്നും ഞാൻ പകർത്താറില്ലായിരുന്നു. കാരണം അത് നമ്മൾ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ട് അനുഭവിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരുന്നു അങ്ങനെ ചെയ്യാറുള്ളത്. പക്ഷേ ഞാൻ എൻ്റെ ഒരു പ്രവാസ ജീവിതം അതൊക്കെ മാറ്റിമറിച്ചു. കാരണം നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ അത് മറ്റാളുകൾ ഇതേപോലെ പകർത്തിയിട്ട് നമുക്ക് അത് കാണുമ്പോഴുണ്ടാകുന്ന നമുക്കൊരു മനസ്സിൻ്റെ ഒരു സുഖം, അതായത് കാണാത്ത ആളുകൾക്ക് കാണാൻ വേണ്ടി ഇത്തരം വീഡിയോസ് പകർത്തുന്നത്. അപ്പം തുടർന്ന് ഈ തെയ്യം പൂർണ്ണമായിട്ടും കാണുക. അപ്പം ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല.
இப்படி இல்லை ரொம்ப ஐயாம் சந்தோஷம் ஐயாமல் இப்படி இல்லை சந்தோஷமே ஐயாமல் இப்படி கை நடக்கும் இப்படி இல்லை இப்படி இல்லை ஐயா ഞാൻ പിന്നെ What do you think?